ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകും. ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ്. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത്? നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഞാൻ സംസാരിച്ചോട്ടെ, എന്താ പറയും? ഞാൻ എന്താ കൊരങ്ങനായിട്ട് നിൽക്കുകയാണ് അവിടെ? യു ഹാവ് ടു ആൻസർ. എന്താ പറയണ്ട? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ചേട്ടൻ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ചേട്ടൻ ഉത്തരം പറയൂ. ചോദിക്കുന്നത് നിങ്ങളുടെ ധർമ്മം, ഉത്തരം പറയുന്നത് എന്റെ ഇഷ്ടം. അതിനെ കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോട്? ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ ഒളിച്ചോട്ടമല്ല, എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റും? മാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയ. ആ കാര്യത്തിൽ താനോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം AK ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ ആർത്തണം 20-30 അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ നീ പോയി പുതിയൊരു ഷോപ്പ് എടുത്തേ, ടവല്. പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരി, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു.